എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ചായവുള്ള സൈഡ് ഡിഷാണ് ക്യാബേജ് കറി. അതിനായി ഒരു കഷ്ണം ക്യാബേജ് എടുത്ത് ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തെടുത്ത ക്യാബേജ് ഏകദേശം 200 ഗ്രാമോളം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ വെള്ളമൊഴിച്ച് തിളയ്ക്കുമ്പോൾ ക്യാബേജ് അതിലേക്ക് ചേർക്കാവുന്നതാണ്. ക്യാബേജ് ചേർത്ത് 2 മിനിറ്റ് നേരം തിളച്ചതിന് ശേഷം വെള്ളം വാർന്നു പോകുന്നതിനായി ഒരു അരിപ്പയിലേക്ക് മാറ്റാം. വെള്ളം വാർന്നതിന് ശേഷം ക്യാബേജ് ഒരു പാത്രത്തിൽ മാറ്റുക. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു വലിയ തക്കാളി അല്പം വലുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചി, പച്ചമുളക്, വേപ്പില എന്നിവ കട്ട് ചെയ്ത് വെക്കുക. ഞാൻ 4 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഒരു വാഴയില ചേർത്ത് 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കായം എന്നിവ ചേർത്ത് ഇളക്കി തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ആദ്യം ആഡ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. അതിനുശേഷം തുറന്ന് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില എന്നിവ ചേർക്കുക. അല്പം വാടി കിട്ടുന്നത് വരെ ഇത് ഇളക്കാവുന്നതാണ്. വാടിയതിനു ശേഷം പാത്രം അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് 1 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഇളക്കി അതിലേക്ക് ഇനി പൊടികൾ ഓരോന്നായി ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് എരിവിനനുസരിച്ച് മാറ്റാവുന്നതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കുക. തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പൊടികൾ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർക്കുക. തക്കാളി നല്ലവണ്ണം വാടേണ്ട ആവശ്യമൊന്നുമില്ല. ഉരുളക്കിഴങ്ങിൻ്റെ വേവും പകുതിയേ ആയിട്ടുണ്ടായിരിക്കുകയുള്ളൂ. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളമൊഴിച്ച് തീ അല്പം കൂട്ടി തിളച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് തീ സിമ്മിലിട്ട് പാത്രം അടച്ചു വയ്ക്കുക. 3 മിനിറ്റ് നേരം വേവിച്ചതിന് ശേഷം അതിലേക്ക് ക്യാബേജ് ചേർക്കാം. ക്യാബേജ് ചേർത്ത് ഇളക്കി നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ശേഷം തുറന്ന് നോക്കിയാൽ കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. ചപ്പാത്തി, പൂരി എന്നിവയുടെ കൂടെയാണ് ഈ കറി യോജിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.